ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു റേസ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും റേസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം നിങ്ങൾക്ക് മിഡ്ടേമായി ഓണപ്പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം അല്ലേ, 10ാം ക്ലാസ്സിലെ ചില പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് പോലെയുണ്ട്. അതിലൊരു പാഠമാണ് ഏത്? സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. അതെ, നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠത്തിൻ്റെ ആശയവും അതുപോലെ പ്രധാനപ്പെട്ട വരാവുന്ന ചോദ്യങ്ങളും ഒക്കെയാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ചാനൽ കാണുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അല്ലേ, കാണാത്തവർ കാണട്ടെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത് ആരാണ്? നമ്മുടെ ഉണ്ണായി വാര്യരാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഉണ്ണായി വാര്യർ എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ ആട്ടക്കഥയുടെ, പ്രത്യേകിച്ച് നളചരിതം ആട്ടക്കഥയുടെ എന്താ പറയുക, രചയിതാവാണ്. ആ ഒരു നളചരിതം ആട്ടക്കഥ അത് മാത്രം കൊണ്ട് തന്നെ എന്താണ് അത്രയും അധികം പ്രസിദ്ധി നേടിയ ഒരു എഴുത്തുകാരൻ കൂടെയാണ് ആര്? ഉണ്ണായി വാര്യർ. അദ്ദേഹത്തിന്റെ നളചരിതം ആട്ടക്കഥയിലെ 1ാം ദിവസത്തിലെ അല്ലെ ഒരു ചെറിയൊരു ഭാഗമാണ് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. ഇതില് നളൻ, നിങ്ങൾക്കറിയാം നളൻ എന്താണ്? നിഷധ രാജ്യത്തെ രാജാവാണ് നളൻ. അപ്പോൾ വിദർഭയിലെ രാജകുമാരിയാണ് ആര്? നമ്മുടെ ദമയന്തി. അപ്പോൾ ഇങ്ങനെ എന്താണ് നാരദ മഹർഷിയും അങ്ങനെ പലരും പറഞ്ഞ് ദമയന്തിയെ കുറിച്ച് കേട്ട് 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 നമ്മുടെ നളൻ എന്താണ് ദമയന്തിയിൽ വളരെയധികം അനുരക്തനാവുകയാണ്. അത്രയധികം ഇഷ്ടം തോന്നുകയാണ് ആർക്ക്? നമ്മുടെ നളന് ദമയന്തിയോട്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവളെ അറിയിക്കണം അല്ലെ. അങ്ങനെ ഇതും വിചാരിച്ച് ഇങ്ങനെ ഉദ്യാനത്തിലൂടെ പൂന്തോട്ടത്തിലൂടെ ഇങ്ങനെ ഉലാത്തുന്ന സമയത്താണ് അവിടെ ചിറകുകൾക്കൊക്കെ എന്താണ് സ്വർണ്ണ ശോഭയുള്ള, സ്വർണത്തിന്റെ ഒരു നിറമുള്ള, വളരെയധികം എന്താണ് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ഹംസം അല്ലെങ്കിൽ ഒരു അരയന്നം, താറാവ് എന്ന് എഴുതി വെക്കരുത്. അപ്പോൾ ഒരു ഹംസം അല്ലെങ്കിൽ ഒരു അരയന്നം ഇങ്ങനെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ആര് കണ്ടു? നമ്മുടെ അല്ലെ നളൻ കാണുകയാണ്. ഇങ്ങനെ നളൻ കാണുന്ന സമയത്ത് നളൻ എന്താണ് അതിനോട് ഭയങ്കര കൗതുകം, എനിക്ക് അതിനെ കിട്ടണം എന്നുള്ളൊരു ഇഷ്ടം തോന്നുകയാണ്, എനിക്ക് അതിനൊന്ന് പിടികൂടണം എന്നുള്ളൊരു ഇഷ്ടം തോന്നുകയാണ് ആർക്ക്? നളന്. അപ്പം നളൻ എന്താണ് അതിവേഗത്തിൽ ശബ്ദമുണ്ടാക്കാതെ ആരെ പോയി പിടിച്ചു? ഈ ഹംസത്തെ പോയി പിടിച്ചു. ഹംസം ഈ പിടിക്കുന്നത് കണ്ട സമയത്ത് ഹംസം വിചാരിക്കുന്നത് എന്താണ്? രാജാവ് തന്നെ കൊല്ലാൻ പോവുകയാണ് എന്ന് വിചാരിക്കുകയാണ് ആര്? നമ്മുടെ ഹംസം. ഹംസം അങ്ങനെ എന്താണ് തൻ്റെ സങ്കടങ്ങളൊക്കെ, അല്ലെ എന്നെ കൊന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ആരും ഉണ്ടാകില്ല, അല്ലെ എന്താണ് എൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്, അവൾ എന്താണ് മരിച്ചു പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കരയാണ് ആര്? നമ്മുടെ ഹംസം. എന്നിട്ട് പറയാണ്, അത് മാത്രമല്ല, അങ്ങേക്ക് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കൊന്നു കഴിഞ്ഞാൽ അങ്ങേക്കും എന്താണ് അല്ലെ ദോഷമുണ്ടാകും. അപ്പൊ രാജാവിന്റെ കാര്യത്തിലും എന്താണ് ഒരു ആശങ്ക പുലർത്തുകയാണ് ഹംസം. ഏറ്റവും അവസാനം രാജാവ് പറയാണ്, അല്ലെ നീ മനസ്സിലാക്കിയാലും നിന്നെ ഞാൻ എന്താണ് ഒരിക്കലും ഉപദ്രവിക്കാനല്ല പിടിച്ചത്, നിന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കൗതുകം കൊണ്ട് പിടിച്ചതാണ്. ഒരിക്കലും ഞാൻ എന്താണ് നിനക്ക് ദ്രോഹം ചെയ്യില്ല, നീ പക്ഷികളിൽ ശ്രേഷ്ഠനാണ്, ഒരുപാട് ഗുണങ്ങളുടെ ഇരിപ്പിടമാണ് നീ, അങ്ങനെയുള്ള നിന്നെ ഞാൻ ഒരിക്കലും എന്താണ് ദ്രോഹിക്കില്ല, നിനക്ക് നിന്റെ ഇഷ്ടം വഴി പറക്കാം എന്ന് പറഞ്ഞ് അതിനെ വിടുകയാണ് ആര്? നമ്മുടെ ഈ ഒരു നളൻ. പിന്നീട് അതുമായിട്ട് ഇണങ്ങി പിന്നീട് എന്താണ് ഈ ഒരു ഹംസമാണ് ദമയന്തിയോട് നളന്റെ ഈ ഒരു ഇഷ്ടമൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു ഹംസത്തെ വിട്ടയക്കുന്നത് വരെയുള്ള ഒരു ഭാഗമേ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ ആശയം ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എഴുതുക, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ 1ാം രംഗത്തിലെ ഒരു ഭാഗമാണ് ഏത്? സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. ഉദ്യാനത്തിൽ ഉലാത്തുന്ന നളൻ സ്വർണവർണ്ണമായ ഹംസം ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് കൗതുകം തോന്നി അതിനെ പിടികൂടുന്നു. ബന്ധനസ്ഥനായ ഹംസത്തിന്റെ ദുഃഖാകുലമായ വിലാപം കേട്ട് മനസ്സലിഞ്ഞ നളൻ അതിനെ വിട്ടയക്കുന്നു. ഈ രംഗത്തിന്റെ നാടകീയ ആവിഷ്കാരമാണ് പാഠസന്ദർഭം. അപ്പം ഇത്രയാണ് നമുക്ക് പാഠസന്ദർഭത്തിൽ ഉള്ളത്. അതൊന്ന് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. ഇനി അല്ലാത്തവർക്ക് എന്താണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാതെ പഠിക്കാം. വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി. നാരദ മഹർഷിയിൽ നിന്നും ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷധ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു. പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണവർണ്ണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം. ക്ലിയർ ആയല്ലോ? അതും കാണാതെ പഠിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. മിസ് എന്ത് ചെയ്യാം, മാക്സിമം സംശയമില്ലാതെ ക്ലിയർ ചെയ്ത് പോകാം. വായിക്കുന്ന സമയത്ത് വായിക്കുന്ന കാര്യങ്ങളിൽ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധ ചെലുത്തുക. ഓക്കെ, അപ്പം വായിക്കാണ്. ഫസ്റ്റ് ശ്ലോകമാണ്, ടെക്സ്റ്റ് നോക്കിയിരിക്കുക. ശ്ലോകം: അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു കുതുകാതൻ അനർഘ സ്വർണാഭം ശൈതമരയന്ന പരിവൃടം ഇണക്കാമെന്നോർത്തങ്ങിതമൊടു
പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനത രുരോധാതി കരുണം. എന്താണ് അവിടെ? അതായത് അനക്കം കൂടാതെ ശബ്ദമുണ്ടാക്കാതെ നരവരൻ, മനുഷ്യരിൽ വെച്ച്, നരൻ എന്ന് വെച്ചാൽ മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ എന്നൊക്കെയാണ് പറയാ, നരവരൻ അണഞ്ഞാശു, ആശു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വേഗത്തിൽ. അപ്പം മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള, നരവരൻ എന്ന് വെച്ചാൽ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അയാൾ, ആരെ കുറിച്ചാ പറയുന്നത്? നളനെ കുറിച്ചിട്ടാണ്. അയാൾ വേഗത്തിൽ ശബ്ദമുണ്ടാക്കാതെ കുതുകാതൻ അനർഘൻ, കുതുകാതൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൗതുകത്തോടെ. അനർഘം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അമൂല്യമായിട്ടുള്ള. അപ്പോൾ അദ്ദേഹം കൗതുകത്തോടെ അമൂല്യമായ ആ സ്വർണ്ണ ശോഭയുള്ള ആരുടെ അടുത്തേക്ക്? ശൈതമരയന്ന പരിവൃഢം, ശൈതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുക, ഉറങ്ങുകയായിരുന്ന അരയന്നത്തിന്റെ എന്താണ്? പരിവൃഢം എന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ, അതിന്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ വരിയില്? മനുഷ്യരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള നളൻ അല്ലെ എന്താണ്? വേഗത്തിൽ ശബ്ദമുണ്ടാക്കാതെ ആരുടെ അടുത്തേക്ക്? അല്ലെ വളരെയധികം അമൂല്യമായിട്ടുള്ള, അനർഘം എന്ന് വെച്ചാൽ അമൂല്യമായിട്ടുള്ള സ്വർണ്ണശോഭയുള്ള ഉറങ്ങിക്കിടക്കുന്ന അരയന്നത്തിന്റെ അടുത്തേക്ക് എന്താണ്? അതിനെ ചെന്ന് പിടികൂടുകയാണ്. എന്തിനാണ്? ഇണക്കാമെന്നോർത്ത് എന്താണ്? ഇണക്കാമെന്നോർത്ത് അങ്ങ് ഇതമോട്, ഇതമോട് എന്ന് വെച്ചാൽ, ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇഷ്ടം, ഇഷ്ടം കൊണ്ടാണ്, അല്ലെ എനിക്ക് ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്യാം, അതിനെ എനിക്ക് ഇണക്കി വളർത്താമെന്ന് വിചാരിച്ചിട്ടാണ് അതിനെ പിടികൂടുന്നത്. പിടിച്ചോരളവിലെ, അങ്ങനെ ഇണക്കാമെന്നോർത്ത് അതിനെ പിടിച്ച സമയത്ത് കനക്കും ശോകം, അല്ലെ ആര്? നമ്മുടെ അരയന്നം ഞെട്ടി. അപ്പോൾ അരയന്നം വിചാരിച്ചത് എന്താണ്? അല്ലെ എന്നെ കൊല്ലാൻ പോവാന്ന്. അപ്പൊ കനക്കും, കനക്കും എന്ന് വെച്ചാൽ വർദ്ധിച്ച ശോകം, ദുഃഖം കൊണ്ട് ആര്? പൂണ്ടവൻ അധ, അധ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അനന്തരം. അങ്ങനെ ഭയങ്കര സങ്കടം കൊണ്ട്, അല്ലെ ഭയങ്കര പിടിച്ച സമയത്ത് ഭയങ്കര സങ്കടം കൊണ്ട് ആ സമയത്ത് ആര്? നമ്മുടെ അരയന്നം കരയാൻ തുടങ്ങി. രുരോധാതി കരുണം, രുരോധം എന്ന് വെച്ചാൽ ദുഃഖം അല്ലെങ്കിൽ കരച്ചിൽ എന്ന, കരുണം, കരുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സങ്കടം, വളരെയധികം സങ്കടത്തോടെ നമ്മുടെ പാവം അരയന്നം എന്താക്കാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. എന്നിട്ടോ ഇനി അടുത്ത് ഹംസം പറയാണ്, അല്ലെ ഇനി അടുത്തത് ഹംസമാണ്. സന്ദർഭം ആദ്യ ഭാഗത്ത് പറഞ്ഞു, ഇനി ഹംസം പറയാണ് നളന്റെ അടുത്ത്. എന്താ പറയുന്നത്? ശിവ ശിവ എന്ത് ചെയ്യൂ ഞാൻ, എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ. രാജേന്ദ്രൻ എന്ന് വെച്ചാൽ രാജാക്കന്മാരിൽ ഇന്ദ്രനായവൻ, ഏറ്റവും വലിയ, അതായത് ഭരിക്കുന്ന രാജാക്കന്മാരിൽ നമുക്കറിയാം ദേവലോകത്ത് കുറെ ദേവന്മാരുണ്ട്, അതിൽ ഏറ്റവും വലിയ ദേവനാരാ? ഇന്ദ്രനാ. അതേപോലെ തന്നെ ഭൂമിയിൽ ഭരിക്കുന്ന രാജാക്കന്മാരിൽ ഇന്ദ്രന് തുല്യം സ്ഥാനമുള്ളവനാണ് ആര്? നളൻ. അങ്ങനെയുള്ള നളൻ എന്താണ് ചെയ്യുന്നത്? എന്നെ എന്താണ്? ചതിച്ച് ഉറങ്ങിക്കിടക്കുന്ന എന്നെ അല്ലെ എന്താണ്? ആ ഉറക്ക സമയത്ത് പിടിച്ചിട്ട് കൊല്ലാൻ നോക്കുകയാണല്ലോ. ശിവ ശിവ എന്ന് പറഞ്ഞിട്ട് ആര്? ഹംസം കരയാൻ തുടങ്ങി, അല്ലെ എന്നിട്ട് പറയാണ് വിവശം നിരവലംബം മമ കുടുംബമിനി. നിരവലംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആരും ആശ്രയമില്ലാതാകും, അല്ലെ വിവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരവശത്തോടെ, വെപ്രാളത്തോടെ പറയാണ് ഹംസം, അല്ലെ ഇനി എന്താണ്? നിരവലംബം, ഇനി എന്താണ്? എൻ്റെ കുടുംബത്തിന് ഇനി ആരും ഇല്ലാതാകും. മമ എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിന് ഇനി ആരും ആശ്രയമില്ലാതാകുമല്ലോ, അല്ലെ രാജാവ് എന്നെ ഇനി കൊന്നു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ഇനി ആരും ആശ്രയമില്ലാതാകുമല്ലോ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് കുടുംബത്തിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് പിന്നീട് ഹംസം വിശദീകരിക്കുന്നത്. ജനകൻ മരിച്ചുപോയി. ആരാ ജനകൻ? ജനകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ്, അല്ലെ എൻ്റെ അച്ഛൻ എന്താണ്? മരിച്ചുപോയി. അമ്മേന്റെ അവസ്ഥ എന്താകും, അല്ലെ? അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആകെ ആശ്രയം ഉണ്ടായിരുന്നത് ഞാനാണ്. ജനകൻ മരിച്ചുപോയി. തനയൻ, തനയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുത്രൻ. ഞാൻ ഒരുത്തൻ, ഇനി ആ കുടുംബത്തിന് അച്ഛനില്ല, ഞാൻ മാത്രമാണ് ആ കുടുംബത്തിന് ആകെയുള്ള ആശ്രയം. ജനനി തൻ്റെ ദശ ഇങ്ങനെ. അപ്പൊ എൻ്റെ കൂടെ മരണം കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ അവസ്ഥ ഇനി എന്താകും, അല്ലെ? ജനനി എന്ന് വെച്ചാൽ അമ്മ. അമ്മ തൻ്റെ ശൈതം ഇങ്ങനെ, അമ്മയുടെ അവസ്ഥ വളരെ മോശമായി പോകും. അഭിച്ച, അഭിച്ച എന്ന് വെച്ചാൽ അഭി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? എന്താണ്? മാത്രമല്ല. അഭി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല. ച മമ, അല്ലെ എന്താണ്? മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ. ആര്? ദൈത എന്ന് വെച്ചാൽ ഭാര്യ. എന്താണ്? എൻ്റെ ഭാര്യ. അത് മാത്രമല്ല, അമ്മയുടെ അവസ്ഥ മാത്രമല്ല, എനിക്ക് ആര് കൂടെയുണ്ട്? ഒരു ഭാര്യ കൂടെയുണ്ട്. ഭാര്യ എങ്ങനെയാണ്, അല്ലെ? കളിയല്ല, ഞാൻ തമാശ പറയല്ല. അവൾ എന്താണ്, അല്ലെ? അനധി ചിരസൂത, അവള് പ്രസവിച്ച് കിടക്കുകയാണ്, അല്ലെ? ഒരു കുഞ്ഞുണ്ട്, പ്രസവിച്ച് കിടക്കുകയാണ്. അവൾ എന്ത് ചെയ്യും? എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രാണൻ കളയും. എന്താണ്? അതിവിദുര, അവള് പ്രാണൻ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കളയും. വിദുര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദുഃഖിത, അല്ലെ? ദുഃഖിതയായ അവൾ
പെട്ടെന്ന് തന്നെ പ്രാണൻ കളയും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ആദ്യത്തെ വരിയിൽ? അച്ഛൻ മരിച്ചുപോയി, അപ്പൊ ഞാൻ കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ അമ്മയുടെ അവസ്ഥ എന്താകും? അത് മാത്രല്ല, എനിക്ക് ആര് കൂടെയുണ്ട്? ഭാര്യ കൂടെയുണ്ട്. അവൾ എങ്ങനെയാണ്? അല്ലെ, ഞാൻ തമാശ പറയല്ല, അവൾ പ്രസവിച്ചു കിടക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിതയായ അവൾ എന്താണ്? പ്രാണൻ വെടിയും. അവൾ എന്ത് ചെയ്യും? ജീവനൊടുക്കും. അങ്ങനെ എന്നാൽ കുലമിത് അഖിലം അറുതി വന്നിതു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുലത്തിന്, എൻ്റെ വംശത്തിന് എന്താകും? അറുതി വരും. അതോടുകൂടെ എൻ്റെ വംശം ഇല്ലാതായി പോകും എന്ന് ആര് പറഞ്ഞു? ഹംസം ആരോട് പറയാണ്? നളന്റെ അടുത്ത് കരഞ്ഞു പറയാണ്. എന്നിട്ടോ? അത്രയും മനസ്സിലായോ മക്കളെ? എന്നിട്ട് വീണ്ടും പറയാണ്, ചെറുതും അത് മാത്രല്ല, എൻ്റെ കുടുംബത്തിന് മാത്രല്ല ദോഷം വരിക, ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നു കഴിഞ്ഞാൽ അങ്ങേക്ക് പോലും എന്താണ്? അല്ലെ, പാപമുണ്ടാകും. അതായത് സ്വന്തം കുടുംബത്തിൻ്റെയും സ്വന്തം കാര്യം മാത്രമല്ല, അല്ലെ, തന്നെ ദ്രോഹിക്കാൻ വന്നവരുടെ കാര്യം പോലും ആ ഹംസം നോക്കുന്നുണ്ട്. ഹംസത്തിന്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചാലും ഇത് നിങ്ങൾ എഴുതണം. സ്വന്തം കുടുംബത്തിന്റെ കാര്യം മാത്രമല്ല, തന്നെ ദ്രോഹിക്കാൻ വന്നവരുടെ കുറിച്ചും എന്താണ്? ആശങ്കപ്പെടുകയാണ് ഇവിടെ ഹംസം. എന്താ ആശങ്കപ്പെടുന്നത്? ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ, ഒരു ചെറിയ തെറ്റ് പോലും ഞാൻ അങ്ങേക്കോ വേറെ ആർക്കോ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള എന്നെ കൊന്നു കഴിഞ്ഞാൽ ബഹുദുരിതമുണ്ടാകും, വലിയ ദുരിതമുണ്ടാകും. തവ എന്ന് വെച്ചാൽ നിനക്ക്, ഭൂപതേ, ഭൂമിയുടെ രാജാവേ, ഭൂമിയിലെ രാജാവേ. ഭൂപതേ എന്ന് വെച്ചാൽ ഭൂമിയിലെ രാജാവേ. ആരാണ്? നമ്മുടെ നളൻ, അല്ലെ, ഭൂമിയിലെ രാജാവേ. മനസ്സി രുചിജനകം, നിന്റെ മനസ്സിൽ എന്തുണ്ടായിട്ടുണ്ടാകാം? ഒരു കൊതി ജനിച്ചിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ചിറക് മണികനകം, എൻ്റെ ചിറക് സ്വർണമാണെന്ന് വിചാരിച്ച് നിന്റെ മനസ്സിൽ ഒരു കൊതി വന്നിട്ടുണ്ടായിരിക്കും, അല്ലെ. ഇതുകൊണ്ടാകാ നീ ധനികൻ. നീ ഒന്ന് വിചാരിച്ചോ, ഇത് സ്വർണമല്ല, ഇതുകൊണ്ട് ഒരിക്കലും എന്താണ്? ഇത് വിറ്റ് കഴിഞ്ഞാലോ, ഇത് നിനക്ക് കിട്ടിക്കഴിഞ്ഞാലോ നീ ഒരിക്കലും എന്താവില്ല? പണക്കാരനാവില്ല. ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ, ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ദോഷമുണ്ടാകും. ഇനി അഥവാ നിന്റെ മനസ്സിൽ ചിലപ്പോൾ എൻ്റെ ചിറക് കണ്ടിട്ട് പണക്കാരനാവാം എന്നൊരു കൊതി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്താണ്? നീ ഇതുകൊണ്ട് ധനികനാവില്ല, അല്ലെ. ആകാന്ന് വെച്ചാൽ ആകില്ല. ഇതുകൊണ്ടാകാ നീ ധനികൻ, ഇതുകൊണ്ട് ഒരിക്കലും നീ എന്താവില്ല? ധനികനാവില്ല. അയ്യോ, ഗുണവും അനവധി ദോഷമായതു, അല്ലെ. നമ്മൾ ചിലർ പറയാറുണ്ട്, ചിലവർക്ക് എന്താണ് ഈ സൗന്ദര്യം ഉള്ളത് എന്താണ്? ശാപമായി എന്നൊക്കെ പറയില്ലേ. ചില ആളുകൾ പറയും, ഓ, സൗന്ദര്യം എനിക്കൊരു ശാപമായി എന്നൊക്കെ പറയാറില്ലേ. കാരണം എന്താണ്? കുറെ ആളുകൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ആ ഭംഗി കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റും? അല്ലെ, അവരെ വൈത്താലൊക്കെ നടന്ന് അവർ മോശമായിട്ട് എന്താണ് പെരുമാറാറൊക്കെ ഉണ്ട്. കാരണം അവരെ സൗന്ദര്യം അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും? അഹങ്കാരം വരാം. അങ്ങനെയൊക്കെ പല പല എന്താ പറയുന്നത് ഗുണങ്ങൾ ദോഷമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഹംസവും പറയാണ്, എൻ്റെ ഈ ഒരു ചിറക് കാരണം ഇപ്പോൾ അങ്ങ് എന്നെ കൊല്ലാൻ പോവുകയാണല്ലോ. അപ്പോൾ എന്താണ് പറയുന്നത്? അയ്യോ, ഗുണവും അനവധി ദോഷമായതു, അല്ലെ. ഗുണം അനവധി ഉണ്ടെങ്കിൽ എന്താണ്? അത് ദോഷമായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആര് സങ്കടപ്പെടുകയാണ്? നമ്മുടെ ഹംസം സങ്കടപ്പെടുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നളം പറയാണ്, അല്ലെ, ഞാൻ നിന്നെ കൊല്ലാനൊന്നും അല്ല പിടിച്ചത്, അല്ലെ. നളം പറയുന്നത് നോക്കിയേ, അറിക ഹംസമേ, നീ മനസ്സിലാക്കിയാലും ഹംസമേ, നീ അറിഞ്ഞാലും ഹംസമേ, അരുത് പരിദേവിതം. അരുത് എന്ന് വെച്ചാൽ നീ കരയല്ലേ. പരുദേവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പരുദേവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയരുത്, അല്ലെ. എന്താണ്? നീ കരയല്ലേ, കരയരുത്, നീ കരയല്ലേ, അല്ലെ. നീ മനസ്സിലാക്കിയാലും നീ ഇങ്ങനെ കരയല്ലേ പലതും പറഞ്ഞിട്ട്, അല്ലെ. എന്താണ്? വിരസഭാവമില്ല നിന്നിൽ എന്ന് വെച്ചാൽ നിന്നിൽ എനിക്ക് ഒരു വിരസവും ഇല്ല, ഒരു ഇഷ്ടക്കേടുമില്ല. നീ മനസ്സിലാക്കിയാലും നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, അല്ലെ. നിന്നിൽ എനിക്ക് ഒരു ഇഷ്ടക്കേടുമില്ല. ദേഹം അനുപമിതം, അല്ലെ. ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അല്ലെ, ദേഹം ഇതം, ഒന്നിനോടും കാണാൻ. അതായത് നിന്റെ ശരീരം നമുക്ക് ഒന്നിനോടും എന്താണ്? ഉപമിക്കാൻ പറ്റാത്തതാണ്. ദേഹം എന്താണ്? ദേഹം അനുപമിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്തതാണ് നിന്റെ ദേഹം. അത്രയ്ക്ക് ഭംഗിയുണ്ട് എന്താണ്? നിന്റെ ശരീരം കാണാൻ വേണ്ടിയിട്ട്, അല്ലെ. കാൺമാൻ മോഹഭരം ഉദിതം എന്ന് വെച്ചാൽ മോഹമുണ്ടായി. അപ്പോൾ ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത നിന്റെ ശരീരം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ്? ഒരു മോഹമുണ്ടായി. ശരി തന്നെയാണ്, അല്ലാതെ അത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അല്ലെ. നിന്നെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി, സത്യമാണ്. അതാണ് ദേഹം അനുപമിതം, ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത നിന്റെ ശരീരം കണ്ട സമയത്ത് മോഹഭരം ഉദിതം, എൻ്റെ മനസ്സിൽ ഒരു മോഹം എന്താണ്? ഉദിച്ചു എന്നുള്ളത് സത്യമാണ്. നിങ്കൽ
നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിന്റെ അടുത്ത് അല്ലെ. സ്നേഹമേ വിഹിതം. വിഹിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കാരണം അല്ലെ. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ പിടിച്ചത്? സ്നേഹം കാരണമാണ്, ഇഷ്ടം കാരണമാണ്, അല്ലാതെ നിന്നെ ദ്രോഹിക്കാനല്ല ഞാൻ പിടിച്ചത് അല്ലെ. ന മയ, ന എന്ന് വെച്ചാൽ ഇല്ല, മയ എന്ന് വെച്ചാൽ ചെയ്യില്ല അല്ലെ. എന്താണ്? എന്ത്? ദ്രോഹം. ന മയാ ദ്രോഹം, ഞാൻ നിനക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല. ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത നിന്റെ ശരീരം കണ്ട സമയത്ത് എനിക്ക് എന്താണ്? ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അല്ലെ. അത് എന്താണ്? ഇഷ്ടം കാരണമാണ് ഞാൻ നിന്നെ പിടികൂടിയത്. നിങ്ങൾ സ്നേഹമേ വിഹിതം, നിന്നെ ഞാൻ പിടികൂടിയത് സ്നേഹം കാരണമാണ്. ന മയാ ദ്രോഹം, ഞാൻ നിനക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല. ഇത് പൊഴുത് എന്താണ്? അമര ഗഗവരൻ, എന്താണ്? ഈ ഒരു അവസരത്തിൽ നീ മനസ്സിലാക്കിയാലും നീ എന്താണ്? അമര ഗഗവരനാണ്, അതായത് പക്ഷികളിൽ ശ്രേഷ്ഠനാണ്. ഗുണനിധേ, ഗുണങ്ങൾക്ക് ഇരിപ്പിടമായവനാണ് അല്ലെ. പക്ഷികളിൽ വെച്ച് ഏറ്റവും ഭംഗി നിന്നെ കാണാനാണ്. ശ്രേഷ്ഠൻ, അതിൽ ഉത്തമൻ നീയാണ്. നിനക്ക് ഒരുപാട് ഗുണങ്ങളുടെ നിധിയാണ് നീ അല്ലെ. ഒരുപാട് ഗുണങ്ങളുടെ ഇരിപ്പിടമായവനാണ് നീ അല്ലെ. ഖേദമരുത്, അങ്ങനെയുള്ള നീ ഒരിക്കലും എന്താണ്? ദുഃഖിക്കരുത് അല്ലെ. പറന്നിച്ഛയ്ക്കൊത്ത വഴി ഗച്ഛ നീ, നിനക്ക് ഇഷ്ടമുള്ള, ഇച്ഛ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം അല്ലെ. നീ പറന്നോ, നിനക്ക് ഇഷ്ടമുള്ള വഴി ഗച്ഛ എന്ന് വെച്ചാൽ പോവുക അല്ലെ. നിനക്ക് എന്താണ്? നീ ഒരിക്കലും ഞാൻ നിന്നെ എന്താണ്? കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തടങ്കലിലാക്കാൻ വേണ്ടിയിട്ടോ പിടിച്ചതല്ല അല്ലെ. നീ മനസ്സിലാക്കിയാലും നീ പക്ഷികളിൽ വെച്ച് ശ്രേഷ്ഠനാണ്, ഗുണങ്ങൾക്ക് ഇരിപ്പിടമായവനാണ്. നീ എന്ത് ചെയ്തോ? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങോട്ടാന്ന് വെച്ചാൽ പറന്നു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അല്ലെ നളൻ എന്ത് ചെയ്യാണ്? ആ ഹംസത്തെ തുറന്നു വിടുകയാണ് അല്ലെ. പിടിച്ചതിൽ നിന്നും പിടിവിടുകയാണ്. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആദ്യ ഭാഗത്ത് സന്ദർഭം പറയുന്നു, രണ്ടാമത്തെ ഭാഗത്ത് എന്താണ്? ഹംസത്തിന്റെ ദുഃഖങ്ങളും അല്ലെ പ്രയാസങ്ങളൊക്കെ പറയാണ്. ഏറ്റവും അവസാന ഭാഗത്ത് നളം പറയാണ്, ഞാൻ ഒരിക്കലും എന്താണ്? നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ നിന്നെ ദ്രോഹിക്കാനോ അല്ല പിടിച്ചത്. നീ ഒരിക്കലും കരയരുത്. നിനക്ക് എന്ത് ചെയ്യാം? നീ പക്ഷികളിൽ ശ്രേഷ്ഠനാണ്, ഗുണങ്ങൾക്ക് ഇരിപ്പിടമായവനാണ്. അങ്ങനെയുള്ള നിന്നെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കില്ല. ഇഷ്ടം കൊണ്ടാണ് നിന്നെ ഞാൻ പിടിച്ചത്. നിനക്ക് ഇഷ്ടമുള്ള വഴിക്ക് എന്ത് ചെയ്യാം? പറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പറത്തി വിടുകയാണ് ആര്? നമ്മുടെ നളൻ. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് നളന്റെ കഥാപാത്ര നിരൂപണം വരാം, അല്ലെങ്കിൽ ഹംസത്തിന്റെ കഥാപാത്ര നിരൂപണം വരാം. ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഒന്ന് രണ്ട് വരികൾ, അതും എന്ത് ചെയ്യാം? നമുക്ക് പ്രധാനമായിട്ടും ചോദ്യമായിട്ട് ഹംസം എന്താണ്? ഹംസം പറയുന്ന ഒരു വരിയില്ലേ മക്കളെ, ഇത് അതായത് വിവശം നിരവലംബം മമ കുടുംബമിനി, എൻ്റെ കുടുംബം ഇനി അനാഥമാകുന്നൊക്കെ പറയുന്ന വരികളില്ലേ. കാരണം സ്വന്തം കാര്യം പോലും ചിന്തിക്കാതെ സ്വന്തം കുടുംബത്തെ പറ്റിയിട്ടും അല്ലെ രാജാവിന് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ചും ആശങ്കപ്പെടുകയാണ് ഹംസം. അപ്പൊ ഹംസത്തിന്റെ കഥാപാത്ര നിരൂപണം ഇതിലുള്ള ഒന്ന് രണ്ട് വരികളൊക്കെ ആയിരിക്കും ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തൊരു പാഠമായിരുന്നു, പലരും പറഞ്ഞിട്ടുള്ള ഒരു പാഠമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നല്ല വീഡിയോ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.